നമസ്കാരം. US പ്രസിഡന്റിന്റെ ഇരിപ്പിടത്തിൽ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ഇരിക്കുന്ന ടൈം മാഗസിന്റെ കവർ ചിത്രത്തെക്കുറിച്ച് പ്രതികരിച്ച് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ്. ഇലോൺ മസ്കിനെ US പ്രസിഡന്റാക്കി രൂപകൽപ്പന ചെയ്ത കവർ പേജിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ടൈംസ് മാഗസിൻ ഇപ്പോഴും പ്രചാരണത്തിലുണ്ടോ എന്നാണ് താനത് അറിയുന്നില്ലെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഒരു കളിയാക്കൽ രീതിയിലാണ് അദ്ദേഹം അത് പ്രതികരിച്ചത് എന്ന് പറയാം. പ്രസിഡന്റിന്റെ ഇരിപ്പിടത്തിൽ കയ്യിൽ കാപ്പിക്കപ്പുമായി ഇരിക്കുന്ന ചിത്രമാണ് ടൈം മാഗസിൻ തന്നെ പ്രസിദ്ധീകരിച്ചത്. മസ്കിന്റെ ഇരുവശത്തുമായി അമേരിക്കൻ പതാകയും പ്രസിഡൻഷ്യൽ ഫ്ലാഗും കാണാം. കവർ പേജ് മാഗസിന്റെ ഔദ്യോഗിക എക്സ് പേജിൽ പങ്കുവച്ചിട്ടുമുണ്ട്. എലോൺ ഒരു മികച്ച ജോലിയാണ് ചെയ്യുന്നത്. അദ്ദേഹം വലിയ തട്ടിപ്പും അഴിമതിയുമെല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. USAIDയിലൂടെയും നിങ്ങൾ കാണുന്നുണ്ടാകാം. ഇനിയും കൂടുതൽ ഏജൻസികളുടെയും നിങ്ങൾ അത് കാണാൻ പോകുന്നതേയുള്ളൂ എന്നാണ് ട്രംപ് പറഞ്ഞത്. ടെക് വ്യവസായിയായ എലോൺ മസ്ക് ആണ് ട്രംപ് ഭരണകൂടം രൂപകൽപ്പന ചെയ്ത ഗവൺമെന്റ് ഒഫീഷ്യൽസിന് തന്നെ ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം നൽകുന്നത്. ഡോജ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ അനാവശ്യ ചെലവുകൾ കണ്ടെത്തുന്നതിനും ഒഴിവാക്കുന്നതിനും വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് ഈ വകുപ്പിന്റെ ലക്ഷ്യം. ചൈനീസ് വെബ്സൈറ്റുകളിൽ നിന്ന് അമേരിക്കക്കാർ ഓർഡർ ചെയ്ത സാധനങ്ങൾ പലതും ട്രംപ് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ പല വിമാനത്താവളങ്ങളിലും കെട്ടിക്കിടക്കുകയാണ്. പുതിയതായി ഓർഡർ ചെയ്ത പല സാധനങ്ങളുടെയും വില കുത്തനെ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ജനരോക്ഷം ശക്തമായ സാഹചര്യത്തിൽ ഇറക്കുമതി ചുങ്കത്തിൽ ഇളവ് അനുവദിച്ചിരിക്കുകയാണ്. ചൈനീസ് ഓൺലൈൻ സൈറ്റുകളായ ഷീൻ, ടെമു എന്നിവയിൽ നിന്ന് ഓർഡർ ചെയ്തവരാണ് വെട്ടിലായിരിക്കുന്നത്. ഇറക്കുമതി ചുങ്കത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം വരുന്നത് വരെ ഇളവ് അനുവദിക്കാനാണ് സർക്കാർ തീരുമാനം. ഇക്കാര്യം സർക്കാർ കഴിഞ്ഞ ബുധനാഴ്ചയാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ഇന്നലെ മാത്രമാണ് ഉത്തരവ് പുറത്തിറക്കിയത്. അമേരിക്കയിലെ വ്യാപാര സമൂഹം ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച നടപടിയിൽ വ്യാപക പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. 48 മണിക്കൂർ മാത്രം സമയം അനുവദിച്ചാണ് ട്രംപ് ഇറക്കുമതി ചുങ്കം ഉയർത്തി തീരുമാനം പ്രഖ്യാപിച്ചത്. അമേരിക്കയിലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പുതിയ സാഹചര്യത്തിൽ ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നുമാണ് പാഴ്സലുകൾ സ്വീകരിക്കുന്നതെന്നും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും പറയുന്നത്. ന്യൂയോർക്കിലെ ജോൺ എഫ് കെനഡി വിമാനത്താവളത്തിൽ 10 ലക്ഷത്തോളം പാഴ്സലുകളാണ് കെട്ടിക്കിടക്കുന്നത്. വിക്ടോറിയ ലോറിയ എന്ന ടിക്ടോക്ക് ഉപഭോക്താവ് ചൈനയിൽ പ്രമുഖ സ്ഥാപനമായ ബെഷ്കയിൽ നിന്നും താൻ ഓർഡർ ചെയ്ത തുണിത്തരങ്ങൾ വൻതോതിൽ നികുതി നൽകേണ്ടി വന്നതിനെ കുറിച്ചും പരാതിപ്പെട്ടിരുന്നു. $104 പകരം തനിക്ക് $441.88 നൽകേണ്ടി വന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ ചൈനയിലെ പല പ്രമുഖ കമ്പനികളുടെയും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ അധിക നികുതി തന്നെ കൂടിച്ചേർത്താണ് ഇപ്പോൾ വിലയിടുന്നത്. ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ അമേരിക്കയിൽ പ്രാബല്യത്തിൽ വന്ന നിയമം അനുസരിച്ച് $800 കുറഞ്ഞ വിലയുള്ള സാധനങ്ങൾ അമേരിക്കയിലേക്ക് നേരിട്ട് വ്യക്തികൾക്ക് കപ്പൽ വഴിയാണ് ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ അതിന് നികുതി നൽകേണ്ടതില്ലെന്നായിരുന്നു പറഞ്ഞത്. ചൈനയിലെ പല പ്രമുഖ കമ്പനികളിലും ഈ സംവിധാനം മുതലെടുത്ത് അമേരിക്കയിലേക്ക് വൻതോതിൽ ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ അയച്ചു കൊടുത്തിരുന്നു.